ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാബിയും രോഹിത്തും കൂടെ ഹോസ്പിറ്റലിലേക്ക് വൈദ്യനെ കാണാൻ പോകുകയാണ്. അന്നേരം അവർ ബാബി ചോദിക്കുന്നുണ്ട്, അച്ഛൻ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമെന്ന് ചോദിക്കുകയാണ്. അച്ഛനോട് കാര്യമായിട്ടൊന്നും മിണ്ടാൻ നിൽക്കണ്ട, അച്ഛൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയണേ. അച്ഛൻ നമ്മൾ അവിടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിക്കുമോ, അപ്പം നമ്മൾ നമ്മുടെ കാര്യം തുറന്ന് പറഞ്ഞാൽ മതി എന്ന് രോഹിത്ത് പറയുകയാണ്. നമുക്ക് പറയാനായിട്ട് വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടല്ലോ, അലീന അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ അവിടേക്ക് വരില്ല എന്ന് പറയാം. മാത്രമല്ല അച്ഛന് ഞങ്ങളെക്കാൾ വലുത് അലീനയല്ലേ എന്നും കൂടെ ചോദിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാണാൻ അനുവദിക്കില്ല എന്ന് ഒരു സിസ്റ്റർ പറയുമ്പോൾ രണ്ടുപേരും പേഷ്യൻറ്റിൻ്റെ മക്കളാണ്, ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് പറയുകയാണേ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വൈജയന്തിനെ കാണാണ്. അങ്ങനെ അവർ രണ്ടുപേരും വന്ന് നിൽക്കുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ ഒരു കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ വലിയ സങ്കടമൊക്കെ ആവുന്നുണ്ട്. ബബിക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത പറയാണ്, അമ്മേ ഞങ്ങൾ കൊല്ലപ്പള്ളിയിലേക്ക് പോയിട്ട് കടപ്പാട്ടൂരല്ല ഞങ്ങളിപ്പോൾ എന്ന് പറയാനേ. അപ്പോൾ അങ്ങനെ വൈജയന്തി ആകാംക്ഷയോട് കൂടിയിട്ട് ഇവരങ്ങ് നോക്കുകയാണേ. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ നിൽക്കൂല അമ്മ ഇല്ലാത്ത എന്ന് പറയുകയാണേ. അലീനനെ ഹരിയും ആങ്കിളും കൂടിയിട്ട് കൊണ്ടുപോയി പാല ബസ് സ്റ്റാൻഡിലാക്കി വിട്ടു. പക്ഷേ അച്ഛൻ തിരിച്ച് വിളിച്ചുകൊണ്ടെന്നൊക്കെ പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യമൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ ഇനി നിൽക്കുന്നില്ല, ഞങ്ങൾ എന്തായാലും അമ്മ ഇല്ലാതെ ഇനി അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയുകയാണേ. അതിനുശേഷം പിന്നീട് ഇവരിങ്ങനെ നന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണേ. എന്നിട്ട് ബബി പറയുന്നുണ്ട്, അത് അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മയുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയും. അപ്പോഴേക്ക് സിസ്റ്റർ പറയുകയാണേ, അതെ കുറേ നേരമായല്ലോ സംസാരിക്കേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ബബി പറയുന്നുണ്ട്, അമ്മ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഇനിയാണ് പറയുന്നതെന്ന് പറയും. പേഷ്യൻറ്റിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് പറയും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബബി പറയുന്നുണ്ട്, അച്ഛനെപ്പോഴും കടപ്പാട്ടൂരി തന്നെയാണ്, വല്ലപ്പോഴും വന്ന് എത്തിച്ച് നോക്കിയിട്ടേ പോകുന്നുള്ളൂ, അങ്കിൾമാരൊക്കെ ഇവിടെ റൂം എടുത്ത് താമസിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ സിസ്റ്റർ പറയുകയാണ്, നിങ്ങൾ അവരോട് ഇറങ്ങിപ്പോകാനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രോഹിത് ഇങ്ങനെ കുമ്പിട്ടിട്ട് പറയുകയാണ്, അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാവരും നമ്മുടെ കൂടെ തന്നെയുണ്ട്, അമ്മ ടെൻഷൻ അടിക്കേണ്ട, അമ്മ ഇല്ലാതെ ഞങ്ങൾ എന്തായാലും ഇനി കടപ്പാട്ടൂർക്ക് പോകുന്നില്ല എന്ന് തന്നെ പറയുകയാണേ. അപ്പോൾ സിസ്റ്റർ വീണ്ടും പറയും, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ, ഇനി സംസാരിക്കേണ്ട എന്ന് പറയുകയാണേ. അങ്ങനെ ശരി അമ്മ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ നാളെയും വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോവുകയാണ്. വൈജി ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ സുലോചനയും മനും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, എൻ്റെ അറിവിൽ ബാലേന്ദ്രന് ഒരു പെണ്ണുമായിട്ടും ഒരു ബന്ധവുമില്ല, ഇതൊക്കെ എന്ത് കഥകളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ മനു പറഞ്ഞ് കാണുന്നതും കേൾക്കുന്നതൊന്നും സത്യമല്ല ആൻറ്റി, കഥകളൊക്കെ വേറെ ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ബാലേന്ദ്രൻ ചെറുതിലെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്ത് തുടങ്ങിയതാണ് വൈജയന്തിയോടുള്ള പ്രണയം. അപ്പോൾ മനു പറയാം, അത് വൺവേലായിരുന്നു, ആൻറ്റിക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല, ചിരിയും കളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വൈജയന്തി അല്ലാതെ വേറൊരു പെണ്ണിനെ ബാലന് ഇഷ്ടപ്പെട്ടില്ല. എനിക്കറിഞ്ഞൂടെ അവൻ്റെ സ്വഭാവം, ഞങ്ങൾ കളിച്ച് വളർന്നല്ലേ, ഞങ്ങൾ തമ്മിൽ അത്ര പ്രായ വ്യത്യാസമൊന്നുമില്ല, സുനന്ദേച്ചിക്ക് പ്രായമുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷേ ഇതിലെന്തോ ഒളിച്ചുകളി നടക്കുന്നുണ്ട്, എന്തോ കള്ളത്തരുണ്ട്, വെറുതെ എന്തിനാണ് അലീന ബാലേട്ടൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അതിൻ്റെ ഒന്നും കാര്യമില്ല, അത് സത്യമല്ല എന്ന് പറയാൻ കേട്ടോ. അത് സത്യമല്ല എന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്, നിനക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ചില സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എന്തായാലും ബാക്കിയുള്ളതും കൂടെ കിട്ടട്ടെ എന്നിട്ട് പറയാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ സുലോചന പറയാൻ, അതെ വൈചേച്ചിക്ക് ആഗ്രയിൽ വെച്ചിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കണം. ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ മനു. ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്കും സിസ്റ്റർ വരികയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, വൈജയന്തിരെ കൂടെയുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ സുലോചന അവിടേക്ക് പോവുകയാണ് കേട്ടോ. വൈജയന്തിനെ റൂമിലേക്ക് മാറ്റി. അപ്പോൾ ബാലേന്ദ്രനെ മനു ഫോണിൽ വിളിക്കുകയാണ്, അങ്കിൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അങ്ങോട്ട് വരണോ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്കിളെ, പിന്നെ ആൻറ്റീനെ റൂമിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട്. ആണോ, നല്ല കാര്യം, അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാം. ഇപ്പോൾ വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്ന് സംസാരിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ, വെറുതെ നോക്കി നിൽക്കാന്നല്ലേ ഉള്ളൂ. സുലോചന ആൻറ്റി ഉണ്ട്, നീ അവിടെ നിൽക്കുന്നുണ്ടോ ഒന്ന് രാത്രി? ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോകും. നീ പോയിക്കോ, വെറുതെ എല്ലാവരും കൂടെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, വെറുതെ ഉറക്കളയ്ക്കണ്ട. അതെ, പിന്നെ റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് വിസിറ്റേഴ്സിനെ അനുവദിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ പറയുന്നുണ്ട്, വിസിറ്റേഴ്സ് വന്നിട്ട് എന്താ കാര്യം, ആർക്കും സംസാരിക്കാനോ ഒന്നും പറ്റൂല, ആൻറ്റിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, വെറുതെ കണ്ടു നിൽക്കാതെ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അതും ശരിയാണ്, എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോക്കോ, വെറുതെ അവിടെ നിന്ന് കറങ്ങി ഉറക്കം കളയ്ക്കേണ്ടെന്ന് പറയുകയാണെ. ശരി അങ്കിളെ, ഞാനിപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ.
പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണമോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഉഷാറില്ലാതെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. ചേച്ചി ഞാനിന്ന് പോകണ്ടെന്ന് വിചാരിച്ചാലോ എന്ന് പറയുകയാണെ. എന്തിനാ ഇവിടെ ഇരുന്ന് വെറുതെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ചേച്ചി ഒറ്റയ്ക്കാവില്ലേ, ഞാൻ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകും. അച്ഛൻ പറഞ്ഞോ? പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് അലീനയുടെ ഷാളിൽ മുഖമൊക്കെ തുടച്ച് വരുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ബാലേന്ദ്രൻ പറയുകയാണെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് വിഷമിക്കൊന്നും വേണ്ട, നിൻ്റെ ചുമതല എന്താ, പഠിക്കുക, അത് മാത്രമേ നിൻ്റെ കടമയുള്ളൂ, അത് ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ പറഞ്ഞയക്കുകയാണ്. ബുസാച്ചി ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ബാലേന്ദ്രനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനും കൂടെ വരട്ടെ അച്ഛാ ഹോസ്പിറ്റലിലേക്ക്. എന്തിനാ എന്ന് ചോദിക്കാനായിട്ട്. അല്ല, എനിക്ക് കെയർ ചെയ്യാൻ അറിയാലോ, അപ്പോൾ റൂമിലേക്ക് മാറ്റിയത് കൊണ്ട് ഒരു കെയർ ടേക്കർ ആവശ്യം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. വൈദ്യനെ അടുപ്പിക്കുമോ? അടുപ്പിക്കുമെന്നറിയില്ല, എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കിക്കൂടെ, എന്തായാലും ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാം എന്ന് പറയാൻ കേട്ടോ. അവൾ കാല് രണ്ടും ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചവിട്ടാൻ സാധ്യതയില്ല, പക്ഷേ നീ സൂക്ഷിക്കണം എന്ന് പറയാം കേട്ടോ. അതൊന്നും സാരില്ല അച്ഛാ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എന്നാൽ വേഗം റെഡിയാവുമെന്ന് പറയാം കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് വേഗം റെഡിയാവാൻ പോവുകയാണ് അലീന. അങ്ങനെ അലീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ രാജീവനും ശിവനും ഹരിയുണ്ട്. ബാലേന്ദ്രനെ കാണുമ്പോൾ തന്നെ ഹരി എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും ഹരിനെ പിടിച്ചിരുത്താണ് കേട്ടോ രാജീവൻ. എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രാജീവൻ ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നോക്കിയിട്ട് നല്ലവന്മാരും വില്ലന്മാരും എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്താടാ നിനക്കൊരു പുച്ഛം? പുച്ഛം എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ പുച്ഛം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീനയോട് പറയും, മോളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അലീനെ കൊണ്ട് റൂമിലേക്ക് പോകാണേ. അന്നേരം രാജീവും പറയാണ് കേട്ടോ, ഇവളെയും കൊണ്ട് കെട്ടി എഴുന്നള്ളിച്ച് നടക്കാം, നാണില്ലല്ലോ ഇവനെന്ന് ശിവൻ പറയുമ്പോൾ രാജീവും പറയാണ്, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയും, അങ്ങനെ എങ്ങാനും ആണെന്നുണ്ടെങ്കിൽ ആട്ടിച്ചവളെ ഊട്ടിക്കണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ രാജീവൻ എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് എന്തോ പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്തോ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതേ സമയം അലീനയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരികയാണ്. വൈജയന്തിനായ ഒരു കിടപ്പും വൈജയന്തിന് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് സങ്കടം വന്ന അലീന കരയാണ്. അലീനനെ കണ്ണ് തുറന്ന് നോക്കുന്നതോട് കൂടിയിട്ട് വൈജയന്തിൻ്റെ മുഖഭാവം അങ്ങ് മാറാണ്. ദേഷ്യം കൊണ്ട് ആകെ വിറയ്ക്കുകയാണ് കേട്ടോ വൈജയന്തി. അലീനയാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് വൈജയന്തിനെ നോക്കുകയാണ്. കാലും കൈയും എല്ലാം ഒടിഞ്ഞ് മുഖമൊക്കെ പകുതി കെട്ടിവെച്ച് ഈ ഒരു അവസ്ഥയിലാണല്ലോ തൻ്റെ അമ്മേനെ കാണുന്നെന്നുള്ള രീതിയിൽ അലീന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും കൂടെയുള്ള സിസ്റ്റർമാർ ചോദിക്കുകയാണ്, പേഷ്യൻറ്റിൻ്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ മറ്റേ സിസ്റ്റർ പറയും, മൂത്ത മകളാണെന്നല്ലേ പറഞ്ഞത്? അതെ നോക്കിയാണ് കേട്ടോ. എന്താ പേര് പേര് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിക്കുക. ഇല്ല, അങ്ങനെ ജോലിയൊന്നും ആയിട്ടില്ല എന്ന് പറയും കേട്ടോ. അതെ, അപ്പോൾ എന്താ പഠിച്ചത്? ഞാൻ JDA ആണ് പഠിച്ചത്. JDO അത് ആൾക്കാരെ നോക്കുന്ന ജോലിയല്ലേ എന്ന് ചോദിക്കട്ടോ. അതെ, വയ്യാതെ എടുക്കുന്ന കിടപ്പ് രോഗികളെ നോക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞിട്ട്. അതിന് ശമ്പളമൊക്കെ കുറവല്ലേ എന്ന് ചോദിക്കും. ശമ്പളമൊക്കെ കുറവാണ്, പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരുപാട് പൈസ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് ശമ്പളത്തിൻ്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ മെഡിസിന് ചേരായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കിടപ്പ് രോഗികളെ നോക്കുന്നതാണ് ഇഷ്ടം, അതിനേക്കാൾ നല്ലൊരു ജോലിയുള്ള എനിക്ക് വേറെ നോക്കാനില്ല, കിട്ടാനില്ല, എനിക്കത് ഇതാണ് താല്പര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. കിടപ്പ് രോഗിയെ നോക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയേ. അന്നേരം അവർ ചോദിക്കുകയാണ് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് അലീന എന്ന് പറയട്ടോ. അലീനയോ? അതൊരു ക്രിസ്ത്യൻ നെയിം അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടപ്പുറപ്പുകളുടെ പേരൊക്കെ ചോദിക്കുകയാണ്. അന്നേരം രോഹിത്, ബബിത, കൃഷ്ണമോൾ എന്ന് പറയാൻ കേട്ടോ. ഈ ഒരു പേര് മാത്രം വ്യത്യസ്തമായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു, എന്തായാലും നല്ല പേര്, എന്തായാലും കിടപ്പ് രോഗികളെ നോക്കാൻ അറിയാലേ, പേഷ്യൻറ്റിന് നല്ല വേദനയുണ്ട്, കെയർ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇൻചാർജ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ വഴക്ക് പറയും, ഞങ്ങളുടെ ഡ്യൂട്ടിയാണിത്, അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുകയാണേ. അതിനുശേഷം അലീനൊരു ചെയർ വലിച്ചിട്ടിട്ട് ഇരുന്നിട്ട് വൈജയന്തിന് കൈ പിടിക്കുകയാണ്. വൈജയന്തി ഉള്ള ആവത് വെച്ചിട്ട് ഒരൊറ്റ തട്ടാണ് കേട്ടോ കൈ. അപ്പോൾ അലീന അങ്ങനെ പറയുന്നുണ്ട്, എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യം, ഞാൻ ശത്രുവല്ല, മാഡത്തിൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീണ്ടും കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൈ വലിക്കുക തന്നെയാണ് വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട്. അതിന് ശേഷം പറയുന്നുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്തത് എന്നോടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം മാറുന്നത് വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് സുനന്ദര ഭർത്താവ് വരികയാണ്. എന്നിട്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് വൈജയന്തിലേക്ക് ഇപ്പോൾ കുറച്ച് വേദന ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. വേദാവാൻ വേണ്ടിയിട്ട് ഇത് പനിയോ തലവേദന ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കണേ. അല്ല, എന്നാലും അപ്പോഴത്തെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് കുറച്ച് മാറ്റം ഉണ്ടല്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും കേട്ടോ. ഞാൻ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു,
അവിടെ വെച്ച് കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഇത് അപകടമൊന്നും, അതായത് ഒരാളെ അപകടപ്പെടുത്തിയതോ അല്ലെങ്കിൽ ആളുടെ വണ്ടിയുടെ മുന്നിൽ കൂടെ ആരെങ്കിലും വട്ടം ചാടിയതൊന്നുമല്ല, അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഇതാണെന്ന് പറയും കേട്ടോ. കേസെടുക്കാനൊന്നും യാതൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറയും. അപ്പോൾ അതും സാരമില്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഗോവർദ്ധൻ വരുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധൻ ഇങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ സുലോചന കാര്യമൊക്കെ ചോദിച്ചു. സുലോചന ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സുലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. എന്നാൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും കേട്ടോ. ശരി, വൈജിക്ക് നല്ല സന്തോഷമാവും എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ ആൾ കാണാൻ പോകുന്നുണ്ട്. കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിൽ വൈജയന്തിനെ കെയർ ചെയ്യുന്നുണ്ട് അലീന. പക്ഷേ വൈജയന്തി ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. കൈയൊക്കെ തട്ടി കളയാണ്. പിന്നീട് വൈകുന്നേരം ബാലേന്ദ്രൻ അലീനനെ അവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടാവും വീട്ടിലേക്ക്. വൈകുന്നേരം ആകുമ്പോൾ കൃഷ്ണമോള് വിളിക്കും, വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂറിനുള്ളിൽ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം രാജീവൻ അലീനനെ തട്ടിക്കൊണ്ടാവാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ കുരുക്കിലേക്ക് വന്ന് വീടാൻ മാത്രം മതിയെന്ന് ശിവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അലീന വന്നില്ലേ മോളെ എന്നൊക്കെ ബാലേന്ദ്രൻ കൃഷ്ണനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. രാത്രിയായിട്ടും അലീനനെ കാണുന്നില്ല. അലീനനെ ആണെന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടുപോയി ഒരു ഇരുട്ടുമുറിയിലേക്ക് തള്ളുന്നതായിട്ട് പ്രമോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.